ഗ്രൗണ്ടർ ആണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡിഫ്ലക്ഷനിലേക്ക് കയറാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റും കയറാം. മൈ ഓപ്ഷൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ദ സെക്കൻഡ് വൺ. അതായത് ഒരു ഗ്രൗണ്ടർ ലോ ഡ്രൈവ് പവർഫുൾ, അത് ആരുടെയെങ്കിലും കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആയാലും, കാരണം അങ്ങനെയാണ് ആളുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ. അപ്പോൾ ആ സമയത്ത് എസ്പെഷ്യലി ഗോൾ കീപ്പറുടെ കാഴ്ച ഡിഫൻഡർ കാരണം നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിച്ചില്ല. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ റൊണാൾഡിന്റെ ക്രോസ് വരുന്നു, പക്ഷെ അത് നമുക്കറിയാം ഒരു ക്രോസ് അറ്റംപ്റ്റ് ആണ്. ഈസ് അറ്റംപ്റ്റിംഗ് ടു ക്രോസ്, പക്ഷെ കാണുക പന്ത് സൈഡ് നെറ്റിംഗ് വലയുടെ വശത്തേക്ക് പോയി. ഇദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ 3 മത്സരത്തിലും തിരുവനന്തപുരം കൊമ്പൻസിന്റെ അറ്റാക്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ജേഴ്സി നമ്പർ 7 റൊണാൾഡ് മക്കാലിസ്റ്റീൻ ആണ്. ഇവിടെ മലപ്പുറത്ത് വന്ന് ആദ്യ എവേ മാച്ച് കളിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇൻ ദിസ് ഹെവി കണ്ടീഷൻസ് റൊണാൾഡിനെ ഇപ്പോഴാണ് നമ്മൾ കണ്ടത് വാസ്തവത്തിൽ. നല്ലൊരു സെൽഫി. റൊണാൾഡിന്റെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി 23-ാമത്തെ മിനിറ്റിലാണ് ഷൈജുവേട്ടൻ എടുത്ത് പറഞ്ഞത്. സോ റൊണാൾഡിന് പകരം അസറാണ് ഇന്ന് വലതുവശത്ത് മുന്നേറ്റങ്ങൾ നടത്തുന്നത്. അത് സിമ്പിൾ ആണെന്ന് തോന്നിപ്പിച്ചു, പക്ഷേ ഈ ഗ്രൗണ്ട് ഷോട്ടിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇനി പന്തിന്മേലുള്ള കോണ്ടാക്ട് ഒരു 50% കോണ്ടാക്ട് കിട്ടിയാലും ഗ്രൗണ്ട് ഷോട്ട് ആണെങ്കിൽ ഗ്രൗണ്ട് മഴ നനഞ്ഞ് കിടക്കുമ്പോൾ 50% കൊടുത്താൽ മതി, ബാക്കി ഗ്രൗണ്ട് ചെയ്തോളൂ. 50% നൽകിയാൽ